أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم. صدق الله العلي العظيم. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് സൂറ നിസായിലെ അവസാനത്തെ ആയത്താണിത്. ചില ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തും ഇതാണ് എന്ന അഭിപ്രായമുണ്ട്. സൂറ നിസാ മുഴുവനും അവതരിച്ചതിന് ശേഷം ഒരു വിശദീകരണം എന്നോണമാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഇത് സൂറയുടെ അവസാനത്തിൽ വരുന്ന ആയത്താണ്. പക്ഷേ നമ്മളുടെ ചർച്ചയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ആയത്ത് കൂടി ഇപ്പോൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത് ഭാര്യാഭർത്താക്കന്മാരുടെ ഓഹരിയെക്കുറിച്ചാണ്. മക്കളില്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന് സ്വത്തിൻ്റെ പകുതിയുണ്ട്, ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതിയുണ്ട്. അതേസമയം മക്കളില്ലാതെ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ ഭാര്യയ്ക്ക് സ്വത്തിൻ്റെ 1/4 മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് സ്വത്തിൻ്റെ 1/4. മക്കളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക്, അഥവാ ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവിന് മക്കളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് സ്വത്തിൻ്റെ 8/1. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഒരാൾ അനന്തരമെടുക്കപ്പെടുന്നത് കലാലത്തായിക്കൊണ്ടാണ്, അഥവാ അനന്തരമെടുക്കാൻ മക്കളോ പിതാവോ ഇല്ല. അത്തരം സാഹചര്യത്തിൽ ഉമ്മയൊത്ത സഹോദരന്മാർക്ക്, ഒരേ ഉമ്മയിലുള്ള മറ്റ് സഹോദരന്മാർക്ക് ഓരോ ആൾക്കും സുദുസ് 6/1. 2 പേരാണെങ്കിൽ 6/1, 6/1. 2 കൂടുതലാണെങ്കിൽ ഫൈൻഖാനു അക്തറ മിൻ ദാലിക ഫഹും ശുറക്കാഉ ഫി സുലുസ്. 3/1 തുല്യ പങ്കാളികളാണവർ. മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുളാർ. ദ്രോഹകരമല്ലാത്ത വസിയത്തും കടവും വീട്ടിയതിന് ശേഷമാണ്. വസിയത്ത മിനല്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വസിയത്താണ്. അള്ളാഹു അലീമുൻ ഹലീം, അള്ളാഹു എല്ലാം അറിയുന്നവനും അങ്ങേയറ്റം ദയയുള്ള ഹലീമായവനുമാണ് അള്ളാഹു. ഇതിനുശേഷം കലാലത്തിൻ്റെ വിഷയം അവിടെ തീരുന്നില്ല. കാരണം കലാലത്തിൽ ഉമ്മ ഒത്ത സഹോദരങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ഷെയർ അള്ളാഹു പറയുക മാത്രമാണ്. അവരുടെ ഫിക്സ്ഡ് ഷെയർ കഴിച്ചിട്ട് ബാക്കി സ്വത്തിനെ എങ്ങനെ ഭാഗിക്കണമെന്ന് ഇവിടെ അള്ളാഹു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മരീദുൻ ലാ അഖിലു. ഞാൻ രോഗിയായി ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ റസൂല് വുളു ചെയ്തു. വുളുവിൻ്റെ വെള്ളം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുടഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ബോധം വന്നു. ആ സമയത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫഖുൽതു ഇന്നഹു ലാ യരിസുനി ഇല്ലാ കലാല. എന്നിൽ നിന്ന് അനന്തരമെടുക്കാൻ കലാലത്ത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയും. കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളും പിതാവുമല്ലാത്ത മറ്റു ബന്ധുക്കളാണ്. ഇവിടെ സഹോദരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ, മക്കളില്ല, പിതാവില്ല എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. എന്നിട്ട് റസൂലിനോട് ചോദിക്കും, ഫകൈഫൽ മീരാത്ത്, എങ്ങനെയാണ് എൻ്റെ അനന്തര സ്വത്ത് ഭാഗിക്കേണ്ടത്? അതിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഉദ്ധരിച്ചു എന്നാണ്. ഈ ആയത്ത് പറഞ്ഞു, ഫഖാല, അദ്ദേഹം പറഞ്ഞു, നസലത്ത് അൽ ആയത്തുൽ ഫറായിൽ, ഈ ആയത്ത് സൂറ നിസാഇൻ്റെ ആയത്ത് അവതരിച്ചു എന്നാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു എന്നാണ് ചുരുങ്ങിയ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് പറയുന്നുണ്ടെങ്കിൽ ആ ആയത്ത് ഇന്ന വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനിത് ചോദിച്ചപ്പോൾ ഫനസലത്ത് ആയത്തുൽ ഫറായിൽ അവതരിച്ചു എന്ന്. പരിശുദ്ധ ഖുർആൻ്റെ പ്രയോഗത്തിൽ നിന്നും വളരെ വ്യക്തമാണ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത്. അള്ളാഹു പറയുന്നത്, യസ്തഫ്തൂനക്, നിന്നോട് അവർ ഫത്വ അന്വേഷിക്കുന്നു എന്നാണ്, മതവിധി അന്വേഷിക്കുന്നു. ഖുലില്ലാഹു യുഫ്തീക്കും ഫിൽ കലാല, പറയുക കലാലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു
മതവിധി നൽകുകയാണ്, അള്ളാഹു നിയമം നൽകുകയാണ്. ഇനി ഇമ്രൂൻ ഹലക്ക, ഒരാൾ മരണപ്പെട്ടു, ലൈസലഹു വലതുൻ വലഹു ഉഖ്തുൻ, അയാൾക്ക് മക്കളില്ല എന്നാൽ സഹോദരി ഉണ്ടെങ്കിൽ ഫലഹ നിസ്ഫു മാ തറക്ക, പകുതി സ്വത്ത്, അയാൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ പകുതി അവൾക്കുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന സഹോദരി തീർച്ചയായിട്ടും പിതാവത്തതോ അല്ലെങ്കിൽ പൂർണ്ണ സഹോദരിയോ ആണ്. പൂർണ്ണ സഹോദരിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പൂർണ്ണ സഹോദരിയുടെ അഭാവത്തിൽ പിതാവത്ത സഹോദരിയാണ്. മാതാവത്ത സഹോദരിയുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അവർ ഷെയറേഴ്സിൽ പെടുന്നതാണ്, അവർക്ക് ഫിക്സ്ഡ് ഷെയർ ഉള്ളതാണ്. കാരണം ജാഹിലിയത്തിൽ അനന്തരാവകാശം തടയപ്പെട്ടിരുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹു 6-1 ഓരോ ആൾക്കും പറഞ്ഞതാണ്. 2-ൽ കൂടുതലുണ്ടെങ്കിൽ 3-1 അവർ തുല്യ അവകാശികളാണ്. മൊത്തം സ്വത്തിൻ്റെ 3-1 തുല്യ അവകാശികളാണവർ. അതുകൊണ്ട് അവർ ഷെയറേഴ്സാണ്. അവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. മാതാവത്ത സഹോദരി അല്ല, പൂർണ്ണ സഹോദരി, അവരുടെ അഭാവത്തിൽ പിതാവത്ത സഹോദരി. അങ്ങനെയുള്ള സഹോദരിക്ക് പകുതി സ്വത്തുണ്ട്. ഇനി വഹുവ യരിസുഹ ഇല്ലം യകുൻ ലഹ വലത്, സഹോദരിയാണ് മരണപ്പെടുന്നതെങ്കിൽ ഈ സഹോദരന് അവളുടെ സ്വത്ത് കിട്ടും. സഹോദരിക്ക് മക്കളില്ലെങ്കിൽ സഹോദരൻ പൂർണ്ണമായിട്ടും അനന്തരമെടുക്കും. ഫൈൻകാന തസ്നത്തൈനി ഫലഹുമ സുലുസാനി മിമ്മാ തറക്ക്. ഇനി സഹോദരി, അനന്തരമെടുക്കുന്ന സഹോദരി, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ സഹോദരിമാരുണ്ടെങ്കിൽ ഫൈൻകാനത്ത അസ്നത്തൈനി, 2 പേരുണ്ടെങ്കിൽ ഫലഹുമ സുലുസാനി മിമ്മാ തറക്ക്, 2-ൽ കൂടുതലോ സഹോദരിമാരുണ്ടാകുമ്പോൾ അങ്ങനെയാണ്. 3-2 അവർ തുല്യാവകാശികളാണ്. വൈൻകാനു ഇഹ്വത്തൻ റിജാലൻ വനിസാഅൻ, ഇഹ്വത്തൻ റിജാലൻ വനിസാഅൻ. ഇനി സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. ഒരാൾ മരണപ്പെട്ടു, കലാലത്താണ്, സഹോദരിമാരും മാത്രമേ അനന്തരമെടുക്കാനുള്ളൂ എങ്കിൽ ഫലിദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, 2 സഹോദരിമാരുടെ ഓഹരിക്ക് തുല്യമായത് ഒരു സഹോദരന് എന്ന വിധത്തിൽ മൊത്തം സ്വത്തിന് അവർക്കിടയിൽ ഭാഗിക്കും, സഹോദരന്മാർക്കിടയിൽ ഭാഗിക്കും. 2 സഹോദരിയുടെ സ്വത്തിൻ്റെ തുല്യമായ സ്വത്ത് ഒരു സഹോദരന് കിട്ടും. നമ്മൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരാൾക്ക് അനന്തരമെടുക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ, അനന്തരമെടുക്കുന്നവരായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എപ്രകാരമാണോ ഭാഗിക്കുന്നത് അപ്രകാരം തന്നെയാണ് സഹോദരിമാരും സഹോദരന്മാരും അനന്തരമെടുക്കുന്നവരായിട്ടുണ്ടാകുമ്പോൾ സ്വത്ത് 1:2 എന്നുള്ള റേഷ്യോയിൽ ഭാഗിക്കുന്നത്. യുബയ്യനുല്ലാഹു ലക്കുമ്മൻ തളില്ലോ, നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ അള്ളാഹു വ്യക്തമാക്കി തരികയാണ്. ഇതൊരു ആയത്തു തബീനാണ്, വ്യക്തമാക്കുന്ന ഒരായത്താണ്. അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു അലീമാണ്, എപ്പോഴും എല്ലാ സമയത്തും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ്. ഇങ്ങനെ കലാലത്തിൻ്റെ വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മതവിധി കൂടെ നൽകിക്കൊണ്ടാണ് ഈ സൂറ അവസാനിക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ്. അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഈ 3 ആയത്തുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഷെയറുകൾ കൃത്യമായിട്ട് പറയുന്നതായിട്ടുള്ളത്. ഇതിന് പുറമെ മറ്റ് ആയത്തുകളുണ്ട്. ഷെയർ എടുക്കുന്നവരായിട്ടോ അസബയായിട്ടോ ആരുമില്ലെങ്കിൽ പിന്നീട് ആർക്ക് അനന്തരം കൊടുക്കണം എന്ന വിഷയത്തിലേക്ക് സൂചന നൽകുന്ന ആയത്തുകളൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അത്തരം ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ പറഞ്ഞതായി ഖതാദയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് ഇബ്നു ജരീർ തബരി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഇന്നൽ ആയത്തല്ലദി ഉൻസിലത്ത് ഫി അവ്വലി സൂറത്തി നിസാഇ അൻസലഹല്ലാഹു ഫിൽ വലദി വൽ വാലിദ്, മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കാര്യത്തിൽ അവതരിച്ചതാണ് ആദ്യത്തെ ഫറായിലുമായി ബന്ധപ്പെട്ട്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യം അവതരിച്ചത് സൂറ നിസായിൽ ആയത്ത്. വൽ ആയത്തു സ്ഥാനിയ അൻസലഹ ഫി സൗജി വ സൗജ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഓഹരി പറയുന്ന ആയത്താണ് പിന്നീട് അവതരിച്ചത്. വൽ ഇഖ്വതി മിനൽ ഉമ്മ, ഉമ്മൊത്ത സഹോദരിമാരുടെ കാര്യവും പറയുന്ന ആയത്ത്, അതാണ് കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചത്. വൽ ആയത്തുല്ലത്തി ഖതമ ബിഹ സൂറത്തൻ നിസാഇ അൻസലഹ ഫിൽ ഇഖ്വതി വൽ അഖവാതി മിനൽ അബി വൽ ഉമ്മി, പിതാവത്തതും അല്ലെങ്കിൽ പൂർണ്ണ സഹോദരന്മാർ അവരുടെ വിഷയത്തിൽ അവതരിച്ച സൂറ നിസായിലെ അവസാന ആയത്താണ് പിന്നീട് അവസാനമായിട്ട് അവതരിച്ചത്. വൽ ആയത്തുല്ലത്തി ഖതമ ബിഹ സൂറത്തൽ അൻഫാൽ, സൂറത്തുൽ അൻഫാൽ അവസാനിക്കുന്ന ആയത്ത് അൻസലഹ ഫി ഉലിൽ അർഹാം ബഅലിഹിം ഔലാ ബി ബഅൽ,
ഫി കിതാബില്ല, അങ്ങനെ പറയുന്ന ആയത്ത്. സൂറ അൻഫാലിൻ്റെ അവസാനത്തെ ആയത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അവസാനത്തെ ആയത്ത് വല്ലദീന ആമനു മിൻ ബഅദു വഹാജറു വജാഹദു മഅക്കും ഫൗലായിക മിൻകും വഊലുൽ അർഹാമി ബഅളുഹും ഔലാ ബിബഅളിൻ ഫി കിതാബില്ല ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം എന്ന് പറഞ്ഞാണ് സൂറ അൻഫാൽ അവസാനിക്കുന്നത്. അവിടെ പറയുന്നത് ഊലുൽ അർഹാമി ബഅളുഹും ഔലാ ബിബഅൾ. ഊലുൽ അർഹാം രക്തബന്ധുക്കളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഊലുൽ അർഹാം എന്ന് അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഫിക്സ്ഡ് ഷെയർ പറഞ്ഞ ഷെയറേഴ്സുമല്ല, അതുപോലെ പൂർണ്ണമായിട്ട് അനന്തരമെടുക്കുന്ന അസബയുമല്ല, പുരുഷന്മാരിലൂടെ പോകുന്ന ബന്ധം, മക്കൾ, പിതാവ്, സഹോദരന്മാർ, അങ്ങനത്തെ ആളുകളുമല്ല, മറിച്ച് അനന്തരം കിട്ടാത്ത സ്ത്രീകളിലൂടെ പോകുന്ന ബന്ധങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആയിട്ടുള്ളവർ. ഉദാഹരണത്തിന് ഉമ്മയുടെ സഹോദരി അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരി, ഇതുപോലെയുള്ള ആളുകൾക്കൊന്നും അനന്തരം കിട്ടിയിട്ടില്ല. ഉപ്പയുടെ സഹോദരൻ അസബയിൽ പെടുന്നതാണ്, പക്ഷേ ഉപ്പയുടെ സഹോദരി പെടില്ല. അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദരന്മാർ പെടില്ല, മകളുടെ മക്കൾ പെടില്ല. ഇത്തരം ബന്ധങ്ങൾ അസബയിലോ അസാബുൽ ഫറായിലിലോ പെടാത്തതാണ്. ഷെയറേഴ്സിലും പെടുന്നില്ല, ഷെയറേഴ്സ് കഴിച്ച് ബാക്കി അനന്തരമെടുക്കുന്ന ആളുകളിലും പെടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷെയറേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കി ഏറ്റവും അടുത്ത പുരുഷ ബന്ധുവിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും സഹോദരന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരന്മാരായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ്. അതാണ് അസബ. അവരുമല്ല ഷെയറേഴ്സുമല്ലാത്ത ആളുകളാണ് ഊലുൽ അർഹാം എന്ന് പറയുന്നത്. അടുത്ത രക്തബന്ധമുള്ളവരായിരിക്കും. ഉദാഹരണത്തിന് ഉമ്മയുടെ സഹോദരി അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരൻ, ഉപ്പയുടെ സഹോദരി, ഇവരൊക്കെ അടുത്ത ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്ക് അനന്തര സ്വത്തില്ല. എന്നാൽ അനന്തരമെടുക്കുന്നവരായിട്ട് ഷെയറേഴ്സോ അസബയോ ഒന്നുമില്ലാത്ത പക്ഷം സ്വത്ത് അനന്തരമെടുക്കുന്നത് ഊലുൽ അർഹാമാണ്. രക്തബന്ധുക്കളായ ഊലുൽ അർഹാം അല്ലെങ്കിൽ ദവിൽ അർഹാം എന്നറിയപ്പെടുന്ന ബന്ധുക്കളാണ്. ഷാഫി മദ്ഹബിൻ്റെ പഴയ വീക്ഷണമനുസരിച്ച് ഇത്തരം ഘട്ടത്തിൽ ധനം പോകേണ്ടത് ബൈത്തുൽ മാലിലേക്കാണ്. എന്നാൽ പിൽക്കാല ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ദവിൽ അർഹാമിനാണ് ധനം ഭാഗിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ട റിവായത്തിലുള്ളതും അദ്ദേഹം പറഞ്ഞത് സൂറ അൻഫാലിലെ അവസാനത്തെ ആയത്ത് അൻസലഹ ഫി ഊലിൽ അർഹാം ബഅലിഹിം ഔലാ ബി ബഅൽ ഫി കിതാബില്ല. അള്ളാൻ്റെ നിയമത്തിൽ ഊലുൽ അർഹാമാണ് അവർ പരസ്പരം ഏറ്റവും അടുത്തവരവരാണ് എന്ന് അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞതുകൊണ്ട് അതും അനന്തരാവകാശത്തിൻ്റെ ഒരു നിർദ്ദേശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സൂറ നിസാഇൻ്റെ അവസാന ആയത്ത് പ്രകാരം ഒരാളുടെ സഹോദരന്മാർ അനന്തരമെടുക്കുന്നത് അയാൾക്ക് മക്കളില്ലാത്തപ്പോഴാണ്. അള്ളാഹു പറഞ്ഞത് ഇനി ഇമ്രൂൻ ഹലക ലൈസ ലഹു വലതുൻ എന്നാണ്. ഒരു പുരുഷൻ മരണപ്പെട്ടു, അയാൾക്ക് കുട്ടികളില്ല, സന്താനമില്ല. വലഹു ഉഖ്തുൻ ഫലഹ നിസ്ഫു മാ തറക്ക. അയാൾക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ അവൾക്ക് അവൻ വിട്ടേച്ച് പോകുന്ന ധനത്തിൻ്റെ പകുതിയുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഇമ്രൂൻ ഹലക ലൈസ ലഹു വലതുൻ. ഒരാൾ മരിച്ചു, അയാൾക്ക് സന്താനമില്ല. എന്നാൽ ഒരാൾ മരിച്ചു, അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്, ഒരു സഹോദരിയുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുള്ളതുകൊണ്ട്, സന്താനമുള്ളതുകൊണ്ട് സഹോദരന്മാർ അനന്തരം എടുക്കില്ല, അതുകൊണ്ട് ആ സഹോദരിക്ക് സ്വത്ത് കിട്ടില്ല എന്ന വീക്ഷണമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ഭൂരിപക്ഷ സ്വഹാബാക്കളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും വീക്ഷണം അതിന് എതിരാണ്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നത് കാണാം, വൽ ജുംഹൂറു മിനൽ ഉലമാഇ മിനസ് സ്വഹാബത്തി വത്താബിഈൻ. താബീങ്ങളിലും സ്വഹാബാക്കളിലും പെട്ട ഭൂരിപക്ഷ പണ്ഡിതന്മാരും യജ്അലൂനൽ ലഖവാത്തി അസബത്തൽ ബനാത്തി വഇല്ലം യകുൻ മാഹുന്ന അഖുൻ. സഹോദരിമാരോടൊപ്പം സഹോദരന്മാരില്ലെങ്കിൽ, അനന്തരമെടുക്കാൻ സഹോദരിമാർ മാത്രമാണുള്ളതെങ്കിൽ അവർ പെൺകുട്ടികളുടെ അസബയാണ്, അഥവാ പെൺകുട്ടികൾ വിട്ടേച്ച് പോകുന്ന ധനത്തിൻ്റെ ബാക്കിയെടുക്കുന്നവരായിട്ട് ആണ് മാറുന്നത് എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത്. ഗൈറു ഇബ്നു അബ്ബാസ് ഒഴികെ ഫൈനഹു കാന ലാ യജ്അലുൽ അഖവാത്തി അസബത്തൽ ബനാത്ത്. അഖവാത്തിന് അഥവാ സഹോദരിമാരെ സ്ത്രീകളെ അസബ ചെയ്യുന്നവരാക്കി അദ്ദേഹം കണ്ടിട്ടില്ല, അങ്ങനെ ആക്കിയിട്ടില്ല. അഥവാ ബാലൻസ് വരുന്നത് മുഴുവനും എടുക്കുന്നവരായിട്ട് സഹോദരിമാരെ അദ്ദേഹം പെൺകുട്ടികളോടൊപ്പം ആക്കിയിട്ടില്ല. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ പിൻപറ്റിയിട്ട് ചില ലാഹിരി മദ്ഹബുകാരും ഖുർആനിൻ്റെ ബാഹ്യാർത്ഥത്തിൽ മാത്രം വിധിക്കുന്ന മദ്ഹബുകാരും എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഖുർആൻ പറഞ്ഞത് ഇനിമ്രൂൻ ഹലക ലൈസ ലഹു വലതുൻ എന്നാണ്, സന്താനമില്ലെങ്കിൽ എന്നാണ്. ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ സന്താനമുണ്ടായി,
അങ്ങനെ വരുമ്പോൾ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ അനന്തരം എടുക്കരുത്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വഹാബാക്കളിലും അതുപോലെ താബീങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരു പെൺകുട്ടിയും ഒരു സഹോദരിയുമുള്ള കേസൊക്കെ ആണെങ്കിൽ പെൺകുട്ടിക്ക് പകുതി ഷെയർ ഖുർആൻ പറഞ്ഞതുപോലെ കിട്ടും, ബാക്കി പകുതിക്ക് ആ സഹോദരി അർഹയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഒരു റിവായത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇത്തരത്തിൽ വിധി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വഹാബാക്കളിൽ മഹാഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതേപോലെ മറ്റൊരു സംഭവം, അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ട ഒരു സംഭവം, ഒരാൾ മരണപ്പെട്ടു, അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്, ഒരു മകൻ്റെ കുട്ടിയും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരിയും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ടത് എന്ന് അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടിക്ക് പകുതി, സഹോദരിക്ക് പകുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ചോദിച്ചു നോക്കൂ, അദ്ദേഹം ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തും എന്ന രീതിയിൽ പറഞ്ഞു. ചോദിച്ച ആളുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പെൺകുട്ടിക്ക് പകുതിയും മകൻ്റെ മകൾക്ക് 6/1. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂട്ടിയാൽ 1/2ഉം 1/6ഉം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 2/3 കിട്ടും, 3/2 കിട്ടും. 2ഓ അതിലധികമോ പെൺകുട്ടികളുണ്ടെങ്കിൽ 3/2 എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺകുട്ടിയെയും അതുപോലെ മകൻ്റെ മകളെയും രണ്ടുപേരെയും പെൺകുട്ടികളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ട് 2 പേർക്ക് കൂടി 2/3 കണക്കാക്കുകയും മകൾക്ക് ഖുർആൻ പറഞ്ഞ 1/2, ഒരു മകളാണുള്ളെങ്കിൽ 1/2 കൊടുക്കുകയും ആ 1/2 2/3യിൽ നിന്ന് കുറച്ചിട്ടുള്ള 1/6 മകൻ്റെ മകൾക്ക് കൊടുക്കണം എന്നും വിധിച്ചു. ബാക്കി വരുന്നത് അത് സഹോദരിക്ക് കൊടുക്കാനും വിധിച്ചു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇത്തരം വിഷയത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്ത ഈ രീതിയാണ് പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടത്. അനന്തരാവകാശ വിഷയത്തിൽ മകൻ്റെ സ്ഥാനത്ത് മകൻ്റെ മക്കൾ വരും, മകനില്ലെങ്കിൽ. അതുപോലെ പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവിൻ്റെ പിതാവ് വരും, അവരുടെ അഭാവത്തിൽ അവരുടെ പിതാവ്, അങ്ങനെ അതെത്രയും മേലോട്ട് പോകും. അതേപോലെയാണ് മകനില്ലെങ്കിൽ മകൻ്റെ സ്ഥാനത്ത് മകൻ്റെ മകനോ മകൻ്റെ മകളോ വരും. ഇനി അവരുമില്ലെങ്കിൽ മകൻ്റെ മകൻ്റെ മകൻ. അതുപോലെ തന്നെയാണ് സഹോദരൻ്റെ സ്ഥാനത്ത് സഹോദരൻ ഇല്ലെങ്കിൽ സഹോദരൻ്റെ ആൺകുട്ടികൾ. അതുപോലെ പിതാവോ പിതാവിൻ്റെ പിതാവോ ഒന്നുമില്ലെങ്കിൽ, അവരാരുമില്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരന്മാർ. ഇങ്ങനെ ഏറ്റവും അടുത്തവരില്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയിലേക്കാണ് അനന്തര സ്വത്ത് കൊടുക്കുന്നത്. ആ ലെവലിൽ ആ ലെയറിൽ ആരുമില്ലെങ്കിൽ അടുത്ത തലത്തിലേക്കാണ്, അടുത്ത ലെവലിലേക്കാണ് അത് പോവുക. അതുകൊണ്ട് അനന്തരാവകാശ വിഷയത്തിൽ പറയപ്പെടുന്ന ഒരു നിയമം, അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ അകന്ന ബന്ധു തടയപ്പെടുമെന്നാണ്. മകനുണ്ടെങ്കിൽ ഒരിക്കലും മകൻ്റെ മക്കൾക്ക് അനന്തര സ്വത്ത് കിട്ടില്ല. ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകൻ്റെ മക്കളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകൻ്റെ മക്കൾക്ക് കിട്ടില്ല. കാരണം മകൻ അവരെ തടയും. കൂടുതൽ അടുത്ത ബന്ധമുള്ളവർ അകന്ന ബന്ധുക്കളെ തടയും. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതാവിൻ്റെ പിതാവിന് കിട്ടില്ല. പൊതുവിൽ നാം കാണുന്ന അധിക കേസുകളും ഖുർആൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് ഖുർആനിൻ്റെ ഈ അടിസ്ഥാന നിർദ്ദേശങ്ങളെ മുമ്പിൽ വെച്ച് കൂടുതൽ കണക്കുകൂട്ടലുകൾ ആവശ്യമായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് അത്തരം കണക്കുകൂട്ടലുകളെക്കുറിച്ച് നമുക്ക് വിശദമായ ഒരു സെഷൻ പിന്നീട് സംഘടിപ്പിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.